അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം പ്രകാശനം ചെയ്തു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെയും സാങ്കേതിക സഹകരണത്തോടെ തയ്യാറാക്കിയ രജിസ്റ്റർ അതിരപ്പള്ളിയുടെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ സമഗ്ര രേഖയാണ്. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷന്റെയും സാങ്കേതിക സഹായത്തോടെ തയ്യാറാക്കിയ ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗം ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KS സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പശ്ചിമഘട്ട വേഴാമ്പൽ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ KH അമിതാഭ് ബച്ചൻ പദ്ധതി വിശദീകരണം നടത്തി. ഡോക്ടർ V ബാലകൃഷ്ണൻ, വാഴച്ചാൽ DFO സുരേഷ് ബാബു, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പോൾസൺ, ഡോക്ടർ CS വിമൽകുമാർ എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഭാഗത്തിൽ 1090 പുഷ്പിത സസ്യ ഇനങ്ങൾ, 225 പായൽ ഇനങ്ങൾ, 57 പന്നൽ ചെടികൾ എന്നിവ ഉൾപ്പെടെയുള്ള സസ്യവൈവിധ്യവും, 71 സസ്തനികൾ, 241 പക്ഷികൾ, 33 ഉഭയജീവികൾ, 61 ഉരകങ്ങൾ, 108 മത്സ്യ ഇനങ്ങൾ എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൈവവൈവിധ്യ സംരക്ഷണത്തിനൊപ്പം സുസ്ഥിര ഉപയോഗത്തിലൂടെ പഞ്ചായത്തിനും ഗോത്ര ഗ്രാമസഭകൾക്കും പൊതുജനങ്ങൾക്കും കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്ന മാതൃകാ പദ്ധതിയുടെ കരടും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ അതിരപ്പള്ളിയെ മാതൃകയാക്കി ജൈവ വൈവിധ്യ സംരക്ഷണ പദ്ധതികൾ നടപ്പാക്കാനാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ലക്ഷ്യം. പശ്ചിമഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേഴാമ്പലുകളുടെ ആവാസ കേന്ദ്രവും മലമുഴക്കി വേഴാമ്പലുകളുടെ ഏറ്റവും കൂടുതൽ കൂടുകളുമുള്ള പ്രദേശമാണ് അതിരപ്പള്ളി. അപൂർവ പുഴയോര കാടുകളും തനത് മത്സ്യസമ്പത്തും പുരാതന ഗോത്രവർഗ സമൂഹങ്ങളുടെ സാന്നിധ്യവും അതിരപ്പള്ളിയെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലയാക്കി മാറ്റുന്നുവെന്ന് ചടങ്ങിൽ ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, ചാലക്കുടി.